എന്തുകൊണ്ട് നമ്മൾ ഹെവി ഫൈറ്റിന്റെ തുടക്കത്തിൽ ബേപ്പൂർ മണ്ഡലം തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടുത്തെ സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ തെളിഞ്ഞു എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം LDF-ൽ സിറ്റിംഗ് MLA-മാർ തന്നെ തുടരുമെന്ന് ഇതിനകം ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിലവിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ബേപ്പൂരിന്റെ പ്രിയങ്കനായ MLA PA മുഹമ്മദ് റിയാസ് തന്നെ ഇക്കുറിയും അങ്കത്തട്ടിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിനും വകയില്ല എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇനി UDF-ലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് ആ ചിത്രം ഒന്ന് നമുക്ക് സ്ക്രീനിൽ അതൊന്ന് കാണാം. ആരൊക്കെയാണ് ഇക്കുറി സാധ്യത ചിത്രത്തിലുള്ളത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PV അൻവർ അവിടെ വരുന്നു. എന്തുകൊണ്ട് ബേപ്പൂർ തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനുള്ള ആദ്യ ഉത്തരം PV അൻവർ നേരത്തെ തന്നെ ബേപ്പൂരിന്റെ സകല മുക്കുമൂലകളിലെയും പ്രയാണം തുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ PV അൻവർ LDF വിട്ട് UDF-ലേക്ക് എത്തിയതിനു ശേഷം നിലമ്പൂരിൽ നിന്ന് നേരെ ബേപ്പൂർ സുൽത്താനാകാൻ തയ്യാറെടുത്ത് വരികയാണെന്ന സൂചന അദ്ദേഹം തന്നെ നൽകുന്നു. ഇതിനകം KPCC അധ്യക്ഷൻ നൽകുന്നുണ്ട്. ഏറെക്കുറെ പ്രതിപക്ഷ നേതാവും അതിന്റെ സൂചനകൾ നൽകി കഴിഞ്ഞു. അപ്പോൾ PV അൻവർ വേഴ്സസ് PA മുഹമ്മദ് റിയാസ്, PA മുഹമ്മദ് റിയാസ് വേഴ്സസ് PV അൻവർ, ഇതാണ് ഉണ്ടാകാൻ പോകുന്ന ചിത്രം. ഒരുപക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗ്ലാമർ ഫൈറ്റായി ബേപ്പൂർ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ സാജു ഹെവി ഫൈറ്റിന്റെ തുടക്കത്തിൽ ബേപ്പൂരിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ PV അൻവർ ഇപ്പോൾ 2 തവണ MLA ഒരാളാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന നിലമ്പൂർ കോട്ട പൊളിച്ചുകൊണ്ട് അവിടെ MLA ഒരാളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മുക്കുമൂലകളിലും സർവ്വ സാധ്യതകളെയും അറിയാവുന്ന ഒരാളാണ്. എന്തുകൊണ്ടായിരിക്കും മറ്റൊരു സീറ്റും പിടിക്കാതെ അൻവർ ബേപ്പൂരിലേക്ക് വന്നിട്ടുണ്ടാവുക? അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ LDF-ൽ നിന്നും പുറത്തേക്ക് വന്നത് എന്തിനോട് കലഹിച്ചാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അത് അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ഭാഷാപ്രയോഗത്തിന്റെ അരാഷ്ട്രീയതകൾ മാറ്റിവെച്ചാൽ മരുമോനിസത്തിനും പിണറായിസത്തിനുമുള്ള വെല്ലുവിളി, അതിനോട് താൻ വെല്ലുവിളിച്ച് അതിനോട് പോരടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് പ്രഖ്യാപിച്ചാണ് PV അൻവർ LDF വിട്ട് പുറത്തേക്ക് വന്ന് അദ്ദേഹം UDF പാളയത്തിലേക്ക് എത്തുമ്പോൾ താൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ താൻ ഈ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ അവിടെ ഒരു പോരാട്ടം നടത്തണം. അതൊന്നെങ്കിൽ പിണറായി വിജയനെതിരെ ആയിരിക്കണം, അല്ലെങ്കിൽ PA മുഹമ്മദ് റിയാസിനെതിരെ ആയിരിക്കണം എന്ന അദ്ദേഹത്തിന്റെ ഒരു തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പോരിന് ഇറങ്ങുന്നത്. അതുകൊണ്ടായിരിക്കാം വിജയിക്കുമോ എന്ന് ഉറപ്പ് പോലുമില്ലാത്ത ഒരു മണ്ഡലത്തിൽ അൻവർ പോരിനിറങ്ങുന്നത്. മാത്രമല്ല റിസ്ക് ഏറ്റെടുത്ത ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഇത് ഒരു റിസ്ക് കൂടി ഏറ്റെടുക്കുന്നു, ഒരു വീരപരിവേഷം ഉണ്ടാകുന്നു. ആ വഴി കോഴിക്കോട് നിയമസഭയിലേക്ക് എത്തുമ്പോൾ മറ്റെന്തെങ്കിലും അദ്ദേഹം കാണുന്നുണ്ടാവുമോ? സ്വാഭാവികമായും അൻവറിനറിയാം, അവിടുന്ന് അൻവറിന് ഒരു അട്ടിമറി നടത്താൻ കഴിഞ്ഞാൽ അത് അൻവറിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ ഉണ്ടാക്കുന്ന വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. UDF-ന് പിന്നീട് എല്ലാ കാലവും അൻവറിന്റെ തോളത്ത് കൈയിട്ട് നടന്നേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അൻവർ ഏതർത്ഥത്തിലും എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്ന് പറയാൻ കഴിയാത്ത ഒരാളാണ് എന്ന് നമുക്കറിയാം. അൻവർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? അൻവർ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്തെന്ന് പറഞ്ഞാൽ UDF-ന് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഫറോക്ക് രാമനാട്ടുകര പോലുള്ള ഭാഗങ്ങളിൽ പോയി വലിയ ഷോകൾ നടത്തുക. അതായത് അവിടെ വികസനമില്ല എന്ന് ഉള്ള വാദം ഇതിന്റെ എത്രത്തോളം അത് പോരാട്ടത്തെ കനപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഇപ്പോൾ തന്നെ മറുപടി പറയേണ്ടിടത്തേക്ക് സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്ക് എത്തേണ്ടി വരുന്നു. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ തമ്പടിച്ച് ഇപ്പോൾ തന്നെ നിൽക്കേണ്ടി വരുന്നുണ്ട്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തി സാജു, അതാണ് റിയാസിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കേണ്ടത്. 5 പതിറ്റാണ്ട് LDF-നൊപ്പം നിന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ കുറി 28,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ മുഹമ്മദ് റിയാസിന് ബേപ്പൂരിൽ ഇനിയിപ്പോൾ അൻവർ വന്നാലും പേടിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കണക്കുകൾ LDF-ന്റെ ശക്തി എന്നിവ വെച്ചു നോക്കുമ്പോൾ പേടിക്കേണ്ടതില്ലാത്തതാണ്. പക്ഷേ എന്താണ് ബേപ്പൂരിൽ നിന്നുള്ള രാഷ്ട്രീയം കേരളത്തിലേക്ക് പോകുക? സംസ്ഥാനത്ത് എന്തൊക്കെ വിഷയങ്ങളാണ് അൻവർ ഉയർത്തിവിട്ടത്? ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങൾ, സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിന്റെ കൈവശമാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ. ഇതൊക്കെ വീണ്ടും വീണ്ടും ഈ രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി ബേപ്പൂരിൽ നിന്ന് ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരികയും അതിനൊക്കെ മറുപടി പറയിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനും കൂടി UDF-ന് കഴിയുന്ന രീതിയിൽ കൂടിയാണ് അൻവറിന്റെ ഈ അൻവറിനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി അത്
ഒരു ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മാത്രമായിരിക്കില്ല UDF-നെ സംബന്ധിച്ചിടത്തോളം. സംസ്ഥാന രാഷ്ട്രീയത്തിലെ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പല കാര്യങ്ങളിലെയും അജണ്ട നിശ്ചയിക്കുന്നിടത്തേക്ക് പോയി ആ തെരഞ്ഞെടുപ്പ് പ്രചരണം പോകുമെന്നുള്ളതാണ്. PM മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ലാത്തതാണ്. പക്ഷേ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ കൂടി അതിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയിലേക്ക് പോകുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നത് കൊണ്ട് കൂടിയാണ് അൻവറിനെതിരെ തുടക്കം മുതൽ അൻവറിനെ പ്രതിരോധിച്ച് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന തലത്തിലേക്ക് PM മുഹമ്മദ് റിയാസിന് പോകേണ്ടി വരുന്നത്. അതേ സമയത്ത് അൻവർ മരിമോനിസം പോലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിനെ വോട്ടർമാർ എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം PM മുഹമ്മദ് റിയാസിനെ നമുക്കറിയാം, അയാൾ യുവജന രാഷ്ട്രീയത്തിലൂടെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഈ കോഴിക്കോട് നഗരത്തിൽ നിന്നും വളർന്നു വന്ന നേതാവാണ്. എന്തെങ്കിലും മറ്റു ഈ പറയുന്ന മരിമോനിസം പോലുള്ള ഫേവറുകൾക്ക് അപ്പുറം ഉയർന്നു നിൽക്കാൻ കഴിയുന്ന വിലയുള്ള യുവജന നേതാവ് തന്നെയായി വന്നയാളാണ് PM മുഹമ്മദ് റിയാസ് എന്ന കാര്യത്തിലും സംശയമില്ല. അതേ സമയത്ത് നേരത്തെ ഉയർത്തിയ രാഷ്ട്രീയം, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള കാര്യങ്ങൾ, അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് അൻവർ വീണ്ടും ഉയർത്തുന്നതെങ്കിൽ അത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സാധ്യതകളെ തള്ളാൻ. അപ്പോൾ അൻവർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അൻവറിന് CPM-ന്റെ LDF-ലെ അണിയറയിലെ ഒരുവിധം തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അൻവർ അവിടെ ഒരു പയറ്റിനിറങ്ങുമ്പോൾ അത് നിശ്ചയമായും LDF ക്യാമ്പിനെ, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ അങ്കലാപ്പിലാക്കുന്നുണ്ട് എന്ന് സംശയമില്ല. പക്ഷേ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം LDF-നൊപ്പം ഇടറാതെ നിന്ന ഒരു പാരമ്പര്യമാണ് ആ മണ്ഡലത്തിനുള്ളത്. അവിടെ ചില ഇളക്കങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോഴുണ്ട്. ആ ഇളക്കങ്ങൾ മുതലാക്കാൻ അൻവറിനും മരുമോനിസം എന്ന പ്രയോഗം അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിന് സംഭാവന ചെയ്തുകൊണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ അവിടെ നിർത്തിയാൽ പോലും അപ്പോൾ ആ മരുമോനിസത്തിനെതിരെയുള്ള ഫൈറ്റ് ഫലം കാണും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗ്ലാമർ ഫൈറ്റായി ബേപ്പൂർ മാറാൻ പോകുന്നു. ഇപ്പോൾ സാജു സൂചിപ്പിച്ചതുപോലെ LDF-ന്റെ CPM-ന്റെ അവരുടെ മെക്കാനിസം, അവരുടെ സംവിധാനങ്ങളിൽ ഏറെക്കുറെ ഭൂരിഭാഗവും അവിടേക്ക് മാത്രം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരും. അത് തന്നെയാണ് UDF-ഉം അൻവറും കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബേപ്പൂരിന്റെ പൂർണ്ണമായ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതിന് ശേഷം നമുക്ക് കുറെ കൂടി വിശദമായി ബേപ്പൂരിലേക്ക് വരാം.